ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ രണ്ട് ഭാഗത്തിൽ ഇവാനിയൻ വഴിയുടെ രണ്ട് അന്തർധാരകളെ കുറിച്ച് നാം കേൾക്കുകയുണ്ടായി. അന്തർധാരകളുടെ ആദ്യ ഭാഗത്ത് പുനരൈക്യം ചരിത്രത്തിൽ സംഭവിച്ചതും എന്നാൽ സമകാലീനമായി ചുരുളഴിയുന്ന, വിടരുന്ന, വികസിക്കുന്ന ഒരു ദൈവിക പദ്ധതിയായിട്ടും നമ്മൾ അതിനെ കണ്ടു. പിതാവിന്റെ ചിന്തകളിലെ തൃപ്പൂണിത്തുറ പ്രസംഗം എന്ന് പറയുന്ന ആ പ്രസംഗത്തിൽ പിതാവ് എങ്ങനെയാണ് പുനരൈക്യം ചുരുളഴിയുന്നത്, അത് മലങ്കര സഭയിലെ കൂട്ടായ്മയായിട്ടും അക്കത്തോലിക്കരുടെ കൂട്ടായ്മയായിട്ടും അക്രൈസ്തവരുടെ കൂട്ടായ്മയായിട്ടും കത്തോലിക്ക സഭയിലുള്ള എല്ലാ വ്യക്തികളുടെയും പരിശുദ്ധാത്മാവിലുള്ള നവീകരണമായിട്ടും പിന്നീട് എല്ലാത്തിനെയും കൂട്ടായ്മയിലേക്ക് ഒന്നിപ്പിക്കുന്ന ഒരു വലിയ ലോകമായിട്ടും പിതാവ് പുനരൈക്യത്തെ കണ്ടിരുന്നു. അത് സന്യാസത്തിൽ സ്ഫുടം ചെയ്ത മനസ്സിൽ എല്ലാത്തിനെയും ഒന്നിപ്പിക്കുന്ന ഒരു വലിയ സ്നേഹത്തിന്റെ ഉറവിടമായിരുന്നു. പിതാവ് എല്ലാത്തിനെയും അങ്ങനെ ഒന്നിപ്പിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം. പിതാവിന്റെ ഗിരിദീപം എന്ന പുസ്തകം എല്ലാവരും വായിക്കുന്നത് നല്ലതായിരിക്കും. ആ പുസ്തകം ഒരു 160-170 പേജുള്ള ഒരു പുസ്തകമാണ്. പുതിയ എഡിഷനിൽ കുറെ പടങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു നല്ല എഡിഷൻ ഉണ്ട്. ആ എഡിഷനാണ് ഞാൻ വായിക്കുന്നത്. അതിൽ പിതാവ് കുറുക്കന് വേണ്ടി ഒരു 3 പേജ് വയ്ക്കും. അത് ആശ്രമത്തിലേക്ക് കയറി വന്ന ഒരു കുറുക്കന് എല്ലാവരും കൂടി തല്ലിക്കൊല്ലാനായിട്ട് ഓടിക്കുന്നതും അവസാനം പ്രാണഭയത്തോടെ ആ കുറുക്കനെ അവർ തല്ലിക്കൊല്ലുന്നതും, പ്രാണഭയത്താൽ കുറുക്കൻ മനുഷ്യരോട് എങ്ങനെ ആയിരിക്കാം പുനരൈക്യപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചതെന്നൊക്കെ പറഞ്ഞ് ഈ കുറുക്കന്റെ ആത്മകഥകൾ എഴുതുന്ന പിതാവ് ഒരു ദിവസം ഭക്ഷണ സമയത്ത് മുറിയിലേക്ക് കടന്നു വന്ന അതിഥിയായിട്ട് വന്ന വലിയൊരു മൂർഖൻ പാമ്പ്, അതിനെ പിടിക്കാനുള്ള ബഹളങ്ങളില് അദ്ദേഹം വളരെ ലളിതമായിട്ട് അതിനെ വിശദീകരിക്കുന്നത്, അവിടെ ഉണ്ടായിരുന്ന വലിയൊരു അമ്മച്ചി പശുവിനെ പറ്റി സംസാരിക്കുന്നത്. പിന്നീട് ആ പുസ്തകത്തിന്റെ അവസാനമൊക്കെ വരുമ്പോ പിതാവ് ഒരു ഹൃദയസ്പർശിയായ ഒരു വിഷയത്തെ പറ്റി എഴുതുന്നുണ്ട്. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഇവാനിയോസ് പിതാവിനോട് സ്നേഹം തോന്നുള്ളൂ. അല്ലെങ്കിൽ ആ വലിയ താടിയും അല്ലെങ്കിൽ കയ്യിൽ വലിയ ഇതൊക്കെ പിടിച്ചു നിൽക്കണ കാണുമ്പോൾ നമുക്ക് തോന്നും വലിയ സിംഹം പോലത്തെ ആളാണെന്ന്. ഇല്ല, എല്ലാത്തിനെയും പുനരൈക്യപ്പെടുത്തുന്ന ഒരു സ്നേഹത്തിന്റെ ഒഴുക്കായിരുന്നു ആ വലിയ മനുഷ്യൻ. അതിന് ഒരു ഇൻസിഡന്റ് മതിയായിരിക്കും മനസ്സിലാക്കാൻ. അന്ന് ആശ്രമത്തിന്റെ ഓലകളെല്ലാം ദ്രവിച്ച് ഓട്ടയായിരുന്നു. മഴക്കാലം തുടങ്ങിയപ്പോ വെള്ളം മുഴുവനും ചോർന്ന് ഒലിക്കാൻ തുടങ്ങി. അപ്പോൾ പിതാവിരിക്കുന്ന മുറിയില് ഗിരിദേവ പുസ്തകം അന്ന് എഴുതിക്കൊണ്ടിരിക്കുന്ന കാലമായിരുന്നു ആണ് പറഞ്ഞത്. അത് എഴുതിക്കൊണ്ടിരിക്കുമ്പോ ഈ മഴ വന്ന് ആ പേജുകളൊക്കെ നനച്ചു പോകും. അപ്പൊ പിതാവ് പറയുന്നത് വളരെ രസകരമായിട്ട് പറയും, മഴത്തുള്ളി കിടാങ്ങൾ എൻ്റെ മുറിയിലേക്ക് വന്ന് തുള്ളി കളിക്കാൻ തുടങ്ങി. കിടാങ്ങളുടെ കയ്യിൽ പുസ്തകം കിട്ടിയാലുള്ള കഥ പറയുന്നല്ലോ. അതുകൊണ്ട് ഞാൻ ഈ കുഞ്ഞു കിടാങ്ങളുടെ കയ്യിൽ നിന്ന് ഗിരിദീപത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനായിട്ട് നോക്കും. പക്ഷെ കുഞ്ഞു കിടാങ്ങൾ അവിടെയും വന്ന് തുള്ളിക്കളിക്കും. ഗിരിദീപം കൊടുക്കാതെയായപ്പോൾ നമ്മളുടെ 12 നക്ഷത്രങ്ങളിലാണ് അവർക്ക് പിന്നീട് തുള്ളിക്കളിക്കാൻ തോന്നിയത്. അതിന് നാം അനുവദിക്കരുതല്ലോ. പിന്നെ എൻ്റെ ദേഹത്തൊക്കെ കുഞ്ഞുമക്കളെ തുള്ളിക്കളിക്കാനായിട്ട് ഞാൻ സമ്മതിച്ചു. പിന്നീട് കുറെ നാളുകൾക്ക് ശേഷം പുതിയ ഓല മേഞ്ഞു. അതിനുശേഷം ആ കിടാങ്ങൾ തുള്ളിക്കളിക്കാൻ വരാറില്ല. മഴത്തുള്ളികളെ അരുമയോടുകൂടെ കുഞ്ഞു കിടാങ്ങൾ എന്ന് വിളിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ടുണ്ടോ? ഒരുപക്ഷെ മഴയെയും മഞ്ഞിനെയും മലകളെയും പുഴകളെയും ഒക്കെ കിടാങ്ങളായിട്ടോ സഹോദരങ്ങളായിട്ടോ ഒക്കെ കാണാൻ കഴിയാവുന്നതല്ലേ അവരായിട്ടൊക്കെ നമ്മൾ അനൈക്യത്തിലെത്തിക്കുന്നത്. കുറുക്കിനെയും പട്ടിയെയും പാമ്പിനെയും ഒക്കെ എൻ്റെ കുടുംബത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് കാണാൻ കഴിയാത്തതല്ലേ. പുനരൈക്യത്തെ നമ്മൾ പലപ്പോഴും ഉപജാപങ്ങളിലൂടെ ക്രമപ്പെടുത്തലുകളായിട്ടൊക്കെ കാണുന്നത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, അല്ലെങ്കിൽ ലുത്തീനിയയില് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയുമ്പോൾ
ആരൊക്കെയാ ആ കുടുംബത്തിലുള്ളത്? ചുമരുമേരിക്കുന്ന പല്ലിയും വീടിന്റെ ഒരു കോണിലൂടെ നടന്നു പോകുന്ന ഉറുമ്പുകളും, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോർ റൂമിൽ ഇരിക്കുന്ന ഒരു എലിയും പൂച്ചയും പട്ടിയും, ചട്ടികളിൽ നമ്മൾ പുറത്തു വയ്ക്കുന്ന ചെടികളും ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നതിലില്ലേ? അതൊക്കെ കൂട്ടി പുനരൈക്യപ്പെടുമ്പോഴല്ലേ നമ്മൾ കുടുംബങ്ങളാകുന്നത്. അതാ തിരിച്ചു കിട്ടേണ്ടത്. അത് അവിടെ ഒരു വലിയ സമൂഹത്തിൽ മാത്രം നടക്കുന്ന ഒന്നല്ല. അതാണ് ജീവിതം. അത് മഴത്തുള്ളികളെ കിടാങ്ങളെ പോലെ വിളിക്കാൻ കഴിയാതെ ആയിരിക്കുകയും ആ മഴത്തുള്ളികളെ പോഷിപ്പിക്കുന്ന ആവശ്യങ്ങളെയൊക്കെ നശിപ്പിച്ച് കളയുകയും ചെയ്യുമ്പോൾ ആ മഴത്തുള്ളികൾ നമ്മുടെ അടുത്തേക്ക് വരില്ല. അതല്ലേ അനൈക്യങ്ങൾ, അതല്ലേ നമ്മുടെ ചുറ്റിലും ഇന്ന് നടക്കുന്നത്. പക്ഷെ പുനരൈക്യത്തിന്റെ അന്തർധാരകളിലേക്ക് കടന്നു ചെല്ലുന്ന വ്യക്തിക്ക് മനസ്സിലാകാൻ കഴിയും, എന്റെ ചുറ്റുമുള്ള എല്ലാത്തിനെയും ഞാൻ അഭിമുഖീകരിക്കണം. അതിന് ദേഷ്യം വന്ന് എല്ലാ പല്ലികളെയും തല്ലിക്കൊന്ന് നടന്നിട്ടോ ഉരുടാനടിച്ച ഒരു ഉറുമ്പ് പോലും എൻ്റെ അകത്തേക്ക് കയറി വരികയെന്ന് വാശി പിടിക്കുകയോ അല്ലെങ്കിൽ പലതിനെയും ഭയക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അനൈക്യങ്ങൾ നമ്മളെയൊക്കെ സ്പർശിക്കും. അതിനാ സന്യാസിയാവട്ടെ, അതിനാ പുനരൈക്യത്തിൻ്റെ ഇവാനിയൻ വഴിയിലേക്ക് നമ്മളൊക്കെ വീണ്ടും കടക്കേണ്ടത്. അത് രക്ഷാകരമായ തിരുത്തലാണെന്ന് നമ്മൾ കണ്ടു. പക്ഷെ ഈ രക്ഷാകരമായ തിരുത്തൽ അതിൻ്റെ ഒരു അന്തർധാരയായിട്ട് വരുമ്പോൾ അതിന്റെ ചരിത്ര പശ്ചാത്തലത്തിൽ അത് തിരുത്തുവാനുള്ള തീവ്രമായ ഒരു ആഗ്രഹത്തിൽ നിന്ന് ജനിച്ചതാണെന്ന് മനസ്സിലാക്കുന്നു. പലപ്പോഴും കുടുംബജീവിതങ്ങൾ നശിക്കുമ്പോൾ അവർക്ക് തിരുത്താനുള്ള ആഗ്രഹത്തിലാണ് അത് വിവാഹമോചനത്തിൽ ചെന്നെത്തുന്നത്. വിവാഹമോചനവും തിരുത്താനുള്ള ഒരു ആഗ്രഹമാണ്. പക്ഷെ അങ്ങനെയാണോ പുനരൈക്യപ്പെടുക? നമ്മൾ പല കാര്യങ്ങളെയും തിരുത്താൻ ആഗ്രഹിക്കുമ്പോൾ അതൊക്കെ അനൈക്യത്തിലേക്ക്, നശിപ്പിക്കുന്നതിലേക്കല്ലേ ചെല്ലുന്നത്. ഞാനെന്ന് പറയുന്ന സാമീപ്യത്തിന്റെ പുണ്യം അപരനിലേക്ക് എങ്ങനെ നമ്മൾ കടത്തിവിടും? അതിന് ഒത്തിരി വിശുദ്ധി ആവശ്യമുണ്ട്. നമ്മൾ ഒത്തിരി ആഴത്തില് നമ്മളെ തന്നെ കഴുകേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ അപ്പോൾ ഒരു ചിന്ത കടന്നു വരാം. പുനരൈക്യം ഒരു രക്ഷാകരമായ തിരുത്തലായിട്ട് പിതാവിലൂടെ ഈ ലോകത്തിന്റെ മുമ്പിൽ വെളിപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്ന് സഭയ്ക്ക് സംഭവിക്കുന്ന പല വൈഷമ്യങ്ങളുടെയും ഉത്തരങ്ങളായിട്ട് ആത്മാവ് ഓൾറെഡി സഭയെ തയ്യാറെടുക്കുന്നതിന് വേണ്ടി ആത്മാവിന്റെ ശക്തി ഓൾറെഡി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിനെ മനസ്സിലാക്കുക, അതിലേക്ക് നമ്മുടെ ജീവിതത്തെ അലൈൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. അതാണ് ഇവാനിയൻ വഴിയിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത്. ഇവാനിയൻ വഴിയുടെ അന്തർധാരയിൽ പുനരൈക്യം ഇപ്പോഴും ലഭ്യമാകുന്ന ഒരു രക്ഷാകരമായ തിരുത്തലാണ്. തീർച്ചയായിട്ടും ഒരു ചോദ്യം വേണമെങ്കിൽ ഇവിടെ ചോദിക്കാം. ഇത് വെറും ഒരു തോന്നലാണ്. തിരുത്തലുകൾക്കിടയിൽ അന്ന് പിതാവ് ചെയ്ത ആ തിരുത്തൽ അതിനുശേഷം വന്ന ഒരു ജനതയ്ക്ക് മുഴുവൻ സമാധാനം കൊടുത്തപ്പോൾ അന്ന് പിതാവിനെ ചുറ്റി നിന്ന ആ പുത്തങ്കൂറിന്റെ അവസ്ഥ ഇന്നും നിലനിൽക്കുമ്പോൾ പിതാവ് തിരഞ്ഞെടുത്ത വഴി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ തിരുത്തലായിരുന്നില്ലേ? കാരണം നമ്മുടെയൊക്കെ തീരുമാനത്തിന്റെ ഫലങ്ങളിൽ നിന്നല്ലേ അതിനുശേഷം വരുന്ന വംശങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ പൂർവികരെടുത്ത തീരുമാനം സത്യത്തിന്റെയും ന്യായത്തിന്റെയും ആയിരുന്നെന്ന്. ഇന്ന് കുടുംബനാഥൻ എടുക്കുന്ന തീരുമാനം അവരുടെ മക്കൾക്കും ആ മക്കളുടെ മക്കൾക്കും ഒക്കെ സമൃദ്ധിക്കും സമാധാനത്തിനും കാരണമാകുമ്പോഴല്ലേ ആ കുടുംബനാഥൻ എടുത്ത തീരുമാനത്തിൽ ദൈവികമായ സ്പർശം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുക. അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഏതോ ഒരു സിനിമയില് പപ്പുച്ചേട്ടൻ പറയുന്ന പോലെ ഇപ്പൊ ശരിയാക്കി തരാം. അവിടെയും തിരുത്താനുള്ള ആഗ്രഹമാണ്. അടുത്ത സ്പാനർ എടുത്ത് ഇതിപ്പോ തീരോ, ദിപ്പ ശരിയാക്കി തരാം എന്ന് പറയും. അങ്ങനെ എത്രയോ ദിപ്പ ശരിയാക്കി തരാം എന്നതിലൂടെ
ഒരു നൂറ്റാണ്ട് വേണമെങ്കിൽ കടന്നുപോയിക്കൂടെ? എന്നിട്ടും ശരിയാകാതിരുന്നുകൂടെ? ആരെയും വിധിക്കുന്നതല്ല, പക്ഷെ അങ്ങനെയും ചിന്തിച്ചുകൂടെ? പക്ഷെ നമ്മളെടുത്ത തീരുമാനങ്ങള് അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന കാൽവെപ്പുകള് അത് ഒരു ജനത്തിന് മുഖപ്രസന്നതയോടുകൂടെ ഈ ലോകത്തിൽ ജീവിക്കുന്നതിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കണം. അത് അന്ന് എടുക്കുമ്പോൾ ഒരുപക്ഷെ ആ പൂർവികർ ഒത്തിരി വേദനയിൽ ജീവിച്ചിരുന്നവരാണ്. നിങ്ങള് ചേപ്പാട്ട് ഫിലിപ്പോസ് റംബാൻ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യന്റെ ഓർമ്മക്കുറിപ്പുകളുടെ ഒരു പുസ്തകമുണ്ട്. കിട്ടുകയാണെങ്കിൽ അത് വായിക്കണം. അന്നത്തെ ജനത കടന്നുപോയ പരിഹാസങ്ങൾ, കഷ്ടപ്പാടുകള്, നമുക്കിപ്പോ ചിരി തോന്നുന്ന ചില അവസ്ഥാന്തരങ്ങള്. പക്ഷെ അതിലൊക്കെ എന്തിനാ ജനതകൾ കടന്നുപോയേ? അവരുടെ മക്കൾ ഇന്ന് സമാധാനത്തോടെ ജീവിക്കുന്നു, ദൈവമക്കളുടെ മഹത്വത്തോടുകൂടി ജീവിക്കുന്നു. അപ്പൊ ആ പൂർവികരെടുത്ത തീരുമാനങ്ങൾ ഒരു വംശത്തെ മുഴുവനും സ്പർശിക്കുന്ന, ത്രോണോസിൽ നിന്ന് ഇറങ്ങി വരുന്ന പുണ്യത്തിന്റെ അംശവിശേഷങ്ങളല്ലേ? എനിക്കതിനെ വ്യാഖ്യാനിക്കാം. മറുതരത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയുമോ? തീർച്ചയായും ഏതിനെയും നമുക്ക് കാണാൻ കഴിയുമെന്ന് ഞാൻ ആ പൂർവ്വപിതാക്കന്മാരെ ഒത്തിരി ആദരവോടുകൂടെ കാണുന്നു. അവരുടെ വിധേയത്വത്തെ, അവരുടെ അനുസരണയെ, അവർ ഒരു ജനതയ്ക്ക് മുഴുവൻ സമാധാനം കൊടുക്കുന്നതിന് വേണ്ടി സഹിച്ച സഹനത്തെ വലിയ തിരുത്തലായിട്ട് കാണുന്നു. ക്രമപ്പെടുത്തലായിട്ടല്ല, ദിപ്പ ശരിയാക്കി തരാമെന്ന് അൺഎൻഡിങ് ആയി മാറുന്ന ക്രമപ്പെടുത്തലുകളിലല്ല, മറിച്ച് രക്ഷാകരമായ ദൈവികമായ അനുഭൂതിയിലേക്ക് കടക്കുന്ന വലിയ തിരുത്തലുകളായിട്ട് കാണുന്നു. അതൊന്നും തോന്നലുകളായിരിക്കണമെന്നില്ല. പക്ഷെ എൻ്റെ ചിന്തകളില് അല്ലെങ്കിൽ ഇവാനിയൻ വഴിയെ കമ്പോസ് ചെയ്യുന്ന സമയങ്ങളിൽ ഞാൻ ചോദിച്ചു ആ ചോദ്യം, കർത്താവേ, ഇവാനിയസ് പിതാവിലൂടെ പുത്തൻകൂർ സമുദായത്തിലൂടെ ഈ ലോകത്തിന് അങ്ങ് കൊടുത്ത പുനരൈക്യം എന്ന രക്ഷാകരമായ തിരുത്തൽ ഒരു തോന്നൽ മാത്രമാണ്? ധ്യാനചിന്തകൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്നതിന് മുമ്പ് പ്രാർത്ഥനയിൽ കഴിഞ്ഞ സമയത്തൊക്കെയും ഞാൻ കർത്താവിനോട് ചോദിച്ചുകൊണ്ടിരുന്നു. പിന്നീട് പിതാവിനോട് ചോദിക്കാൻ തുടങ്ങി, പിതാവേ, വചനാധിഷ്ഠിതമായിട്ട് പുനരൈക്യത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യം അങ്ങ് എനിക്ക് വെളിപ്പെടുത്തി തന്നാൽ മാത്രമേ ഞാൻ ഇത് മറ്റുള്ളവരോട് പറയുകയുള്ളൂ. കാരണം ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് വചനത്തിൽ വെളിപ്പെട്ട് കാണണം. കാരണം കർത്താവ് ആ യേശു മിശിഹയാണ് എല്ലാ പ്രകാശനത്തിന്റെയും അടിസ്ഥാനം. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു വെളിപ്പെടുത്തലുകൾക്കും നമ്മുടെ സഭയിൽ സ്ഥാനമില്ല. അങ്ങനെയാണെങ്കിൽ രക്ഷാകര തിരുത്തൽ എന്ന പുനരൈക്യത്തിലേക്ക് നമ്മളെ ആഹ്വാനം ചെയ്യിപ്പിക്കുന്ന ഈ ചിന്തയിൽ വചനാധിഷ്ഠിതമായിരിക്കണം. വചനത്തിൽ അത് പ്രതിഫലിക്കണം. വചനത്തിൽ അത് പ്രതിഫലിക്കുന്നില്ലെങ്കിൽ അത് നമ്മളുടെ തോന്നലുകളായിട്ട് നിൽക്കാം. ഞാൻ ഒത്തിരി മാസങ്ങളോളം പ്രാർത്ഥിക്കാൻ തുടങ്ങി. വളരെ ലോങ് ആയിട്ടുള്ള ധ്യാനങ്ങളിലേക്കും സമന്വയിപ്പിച്ചിട്ടുള്ള ചിന്തകളിലേക്കും ഒക്കെ കടന്നു. ഒരു ദിവസം കബറടക്കത്തിൽ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. പിതാവേ, ഐ ഹാവ് ഗോട്ട് സ്ട്രക്ക്. വചനാധിഷ്ഠിതമാണ് അങ്ങയുടെ ചിന്ത എന്ന് എനിക്ക് തോന്നുന്നില്ലെങ്കിൽ ഈ ചിന്തകളെ ഞാൻ ആരുമായിട്ടും പങ്കുവയ്ക്കില്ല. അത് ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് മാത്രമായിട്ട് നിലനിർത്തുകയും അങ്ങയെ തിരിച്ചറിഞ്ഞതിലും അങ്ങ് എന്ന വലിയ സന്യാസിയെ മനസ്സിലാക്കിയതിലും ഞാൻ സായുജ്യം കണ്ടെത്തുകയും അങ്ങ് എന്ന വലിയ മനുഷ്യനെ തിരിച്ചറിയാൻ കഴിഞ്ഞത് ഒരു വലിയ പുണ്യമായി കാണുകയും ചെയ്യും. പക്ഷെ അത് എൻ്റെ വ്യക്തിപരമായ ചിന്താതലങ്ങളിൽ മാത്രം നിലനിൽക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ വചനാധിഷ്ഠിതമായി അങ്ങ് എന്നെ കാണിച്ചു തരണം. അത് ഞാൻ തിരുവനന്തപുരത്തുള്ള പട്ടത്തുള്ള പിതാവിന്റെ കബറടക്കത്തിലെ അതിന്റെ ഉള്ളിലേക്ക് പിതാവിനെ വെച്ചിരിക്കുന്ന സ്ഥലം, പുറത്ത് ആളുകൾ പ്രാർത്ഥിക്കുന്നു, ഉള്ളിലേക്ക് പോയിട്ട് നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റും. പിതാവിന്റെ ശരീരം വെച്ചിരിക്കുന്നതിന്റെ നേരെ മുമ്പിൽ ഒരു ചെറിയ കോണിപ്പൊടി പോലെയാണ്. അപ്പൊ അതിന്റെ ആ കോണിപ്പൊടിയുടെ അവസാനത്തെ ഇതിൽ നമുക്കൊരു സ്റ്റൂൾ പോലും വേണമെങ്കിൽ ഇരിക്കാം. ഞാൻ ഒരു ദിവസം മുഴുവൻ
ഞാൻ പറഞ്ഞു, പിതാവെ അങ്ങ് എന്നോട് സംസാരിക്കുന്നില്ലെങ്കിൽ ഞാനിത് ആരോടും പറയില്ല. കാരണം വചനാധിഷ്ഠിതമായിരിക്കണം നമ്മുടെ എല്ലാ വെളിപ്പെടുത്തലുകളും. അതല്ലാതെ കഥകൾ പറയുക, ശരിപ്പെടുത്തുക, അതൊന്നും ശരിയല്ല. അത് അങ്ങായിരുന്നാലും വേറെ ആരായിരുന്നാലും. മലങ്കര സഭയുടെ പ്രാർത്ഥനകളിലെ പൗലോസ്ലീഹയുടെ ലേഖനം വായിക്കുന്നതിന് മുമ്പ് നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, ഇനി മാലാഖമാർ പോലും വന്ന് പറഞ്ഞാലും വിശ്വസിക്കരുത്, അവർക്കൊക്കെ സഭയുടെ ശാപം കിട്ടുന്ന. അതുപോലെ നമ്മൾ ദൈവിക വെളിപ്പെടുത്തലുകൾക്ക് എന്തെങ്കിലും തുന്നിക്കേറ്റാൻ ശ്രമിക്കുകയും അത് വചനാധിഷ്ഠിതമല്ലാതിരിക്കുകയും ചെയ്താൽ സഭയുടെ ശാപം നമ്മളിലേക്ക് കടന്നു വരാം. കാരണം നമ്മളൊരു ജനതയെ വഴിതെറ്റിക്കുന്നതായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ രക്ഷാകരമായ തിരുത്തലുകളെ വെളിപ്പെടുത്തുന്ന ഒരു വചനം അങ്ങ് എനിക്ക് തരണം എന്ന് ഞാൻ വാശി പിടിക്കാൻ തുടങ്ങി. ഒരു ദിവസം പിതാവിനോട് ഒരു ടെക്സ്റ്റ് വായിക്കാൻ പറഞ്ഞു. അതെനിക്ക് മനസ്സിലായി, പിതാവിന്റെ വലിയ ഒരു കരുണ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തീവ്രമായ ഒരു ആഗ്രഹം എൻ്റെ ചുറ്റിലും നിൽക്കുന്നുണ്ടെന്നും കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ച് എന്നെ ഒറീസയിലുള്ള ഒരു ഡയസിസിലേക്ക് കൊണ്ടുപോവുകയും പൂനായിലുള്ള പേപ്പിൾ സെമിനാരിൽ പഠിപ്പിക്കുകയും പിന്നീട് തിരിച്ച് ആദിവാസികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വചനത്തിന്റെ മാധുര്യത്തെ മനസ്സിലാക്കി തരികയും മിഷനിലേക്ക് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുകയും ഒരു റിട്രീറ്റ് ഒക്കെ കൊടുക്കാനുള്ള വചനത്തെ മനസ്സിലാക്കാനുള്ള കഴിവ് നൽകുകയും ചെയ്തതിനു ശേഷം ഞാൻ ഇന്ന് വരെ അറിയാത്ത ഒരു ജനതയുടെ അടുത്തേക്ക്, മലങ്കരയുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് ഈ പിതാവിനെ പറ്റി നീ പഠിക്കുകയോ എന്ന് അവിടുത്തെ ഒരു ബിഷപ്പിനാൽ ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ കൗതുകം തോന്നുന്നില്ലേ? എനിക്ക് അങ്ങനെ കൗതുകം തോന്നി. പിതാവ് ആഗ്രഹിക്കുന്നത് പോലെ തോന്നി. അന്ന് എന്നോട് പറഞ്ഞ ഒരു വചനം ഈ ആമുഖത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണത്. അതിൽ 26-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: അന്ന് അവന്റെ സ്വരം ഭൂമിയെ ഇളക്കി, എന്നാൽ ഇനിയും ഒരിക്കൽ കൂടി ഞാൻ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും എന്ന് ഇപ്പോൾ അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. വചനം ഒന്നുകൂടി കേൾക്കണേ. അന്ന് അവന്റെ സ്വരം ഭൂമിയെ ഇളക്കി, എന്നാൽ ഇനിയും ഒരിക്കൽ കൂടി. ആ പ്രയോഗം നമ്മുടെ മനസ്സിൽ അത്ര വന്നില്ല, ഞാനും അത് ശ്രദ്ധിച്ചില്ല. പക്ഷെ 27-ാം വാചകം വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ആ ഇനിയും ഒരിക്കൽ കൂടി എന്ന പ്രയോഗം ഇൻവെർട്ടഡ് കോമയിലിട്ട് വീണ്ടും എടുത്തെഴുതിയിരിക്കുന്നു. 27-ാമത്തെ വചനം ഇങ്ങനെ പറയും: ഇനിയും ഒരിക്കൽ കൂടി എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് ഇളക്കപ്പെട്ടവ, സൃഷ്ടിക്കപ്പെട്ടവ നീക്കം ചെയ്യപ്പെടുമെന്നാണ്. എന്തിനാണത്? ഇളക്കപ്പെടാൻ പാടില്ലാത്തവ നിലനിൽക്കാൻ വേണ്ടിയാണത്. എനിക്ക് ഒരു കാര്യം മനസ്സിലായി. പുനരൈക്യം ഒരു ഇനിയും ഒരിക്കൽ കൂടിയാണ്, അല്ലേ? തിരുത്താൻ ആഗ്രഹിക്കുന്ന ഒരു ജനതയ്ക്ക് ഒരു യെറ്റ് വൺസ് മോർ, ഒരു ഇനിയും ഒരിക്കൽ കൂടി. എന്തിനാ ഒരു ഇനിയും ഒരിക്കൽ കൂടി? ഇളകപ്പെട്ടവ, സൃഷ്ടിക്കപ്പെട്ടവ നീക്കം ചെയ്യുന്നതിനുള്ള ഒരവസരം. അതിലൂടെ നീക്കം ചെയ്യപ്പെടാൻ പാടില്ലാത്തവ അല്ലെങ്കിൽ ഇളകാൻ പാടില്ലാത്തവ നിലനിൽക്കാൻ വേണ്ടിയാണ്. പിതാവ് എന്നോട് പറയുന്നത് പോലെ എനിക്ക് തോന്നി, പുനരൈക്യത്തിലൂടെ 270 വർഷക്കാലം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവ, അതൊരു പക്ഷേ ഉദയംപോൾ സുലഭദോസിന്റെ ഉപജാപങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ടതായിരിക്കാം. അതൊരു പക്ഷേ കൂനംകുരിശ് സത്യത്തിലെ നെഞ്ചുപിടച്ചിലിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതായിരിക്കാം. പിന്നീട് തിരുത്താനുള്ള ആഗ്രഹത്തിൽ 12 പേര് കൂടി ഒരാളെ മെത്രാനാക്കുകയും ഒരു സഭയായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തപ്പോൾ സൃഷ്ടിക്കപ്പെട്ടതായിരിക്കാം. പിന്നീട് വന്ന 1-ാം മാർത്തോമ, 2-ാം മാർത്തോമ, 3-ാം മാർത്തോമ എന്ന് പറയുന്ന സഭാ തലവന്മാർ അവരാൽ സൃഷ്ടിക്കപ്പെട്ടതായിരിക്കാം.
പക്ഷെ അവിടെയൊക്കെ അത് സൃഷ്ടിക്കപ്പെട്ടു എന്ന ഒറ്റ കാരണം കൊണ്ട് ഞാൻ ആ മുഖം പേറി നടക്കണോ? അത് ഇളകി നിൽക്കുന്നതല്ലേ? ശാശ്വതമായ ഇളകാൻ പാടില്ലാത്തതായിരുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അനൈക്യങ്ങളും സമാധാനമില്ലായ്മയും പുത്തൻകൂർ സമുദായത്തെ വിടാതെ പിന്തുടർന്നു? പുത്തൻകൂർ സമുദായത്തിൽ ഒത്തിരി ഇളകി നിന്നതുണ്ടായിരുന്നു. പിന്നീട് മുടക്ക് കൽപ്പനയോളം എത്തി നിന്ന് അത് രണ്ട് ഗ്രൂപ്പായിട്ട് ഇളകി നിൽക്കുന്ന സൃഷ്ടിക്കപ്പെട്ട ചില കാര്യങ്ങളായിട്ട് സമൂഹത്തിലെ അനൈക്യങ്ങളായിട്ട് മാറിയപ്പോ എനിക്ക് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായിട്ട് തോന്നി, എന്റെ ജീവിതത്തില് എന്റെ സമൂഹത്തിന് വേണ്ടി ഇനിയും ഒരിക്കൽ കൂടി സംഭവമാണ്. അത് ഉദയംപൂരിന്റെ പിന്നിലേക്കും അല്ലെങ്കിൽ ആ മെനസിസ് ആർച്ച് ബിഷപ്പ് മെനസിസിനാൽ തുടങ്ങി വെച്ച ചില കർമ്മങ്ങളുടെ പിന്നിലേക്കും പോയിട്ട് നമ്മളുടെ ആദ്യമ വിധേയത്വത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകൂടെ? ഇളകപ്പെട്ടവ, സൃഷ്ടിക്കപ്പെട്ടവ ചുമന്നു നടക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? പുനരേക്ക് വന്ന രക്ഷാകരമായ തിരുത്തൽ ഇനിയും ഒരിക്കൽ കൂടിയാണ്. അതിൽ നമ്മുടെ ജീവിതത്തിൽ ഇളകി നിൽക്കുന്നവ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം തന്നെ അറിയാതെ സൃഷ്ടിക്കപ്പെട്ടവ, അത് നീക്കം ചെയ്യപ്പെടണം. പത്രോസ്ലീഹയെ കുറിച്ച് നമ്മൾ ഇനി കുറച്ച് കഴിഞ്ഞതിന് ശേഷം കേൾക്കും. പത്രോസ്ലീഹ ആദിമ സഭയിൽ ഒരു പ്രശ്നമുണ്ടായപ്പോ ആ പൗലോസ്ലീഹയോട് പറയുന്ന, അല്ലെങ്കിൽ ആ സഭാ സമൂഹത്തിനോട് പറയുന്ന ഒരു വാചകമുണ്ട്. അപ്പോസ്തല പ്രവർത്തന 15-ാം അധ്യായത്തിലെ 10-ാം വാക്യം. അതാണ് അവസാനമായി പത്രോസ്ലീഹയുടെ വായിൽ നിന്ന് പുറത്തു വരുന്ന സെന്റൻസ്. അതിൽ പറയും, നമ്മുടെ പൂർവികർക്കോ തലമുറകൾക്കോ ചുമക്കാൻ പറ്റാത്ത ഒരു നുകത്തെ നാം എന്തിന് ഈ തലമുറയുടെ മുകളിൽ കെട്ടിവെക്കണം? നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ പിന്നിലുള്ള തലമുറകൾക്കോ ചുമക്കാൻ പറ്റാതിരുന്ന ഒരു നുകത്തെ നമ്മൾ എന്തിന് ഇനി വരുന്നവരുടെ മുകളിൽ കെട്ടിവെക്കണം? അങ്ങനൊരു നുകം പുത്തൻകൂരിൽ ഉണ്ടായിരുന്നില്ലേ? ഒരുപക്ഷെ നമുക്ക് അങ്ങനെ കാണാനും അതിനെയൊക്കെ കളയാനുമായിട്ടുള്ള അനുസരണത്തിന്റെ വിധേയത്വങ്ങളും എളിമയുടെ ആഴങ്ങളും ഒക്കെ പറയണം. പിതാവ് ഒരു സന്യാസിയായിരുന്നു. പിതാവ് തന്റെ ജീവിതത്തിലെ ഒത്തിരി തിരുത്തലുകൾക്ക് വേണ്ടി തയ്യാറാകുമ്പോൾ, അല്ലെങ്കിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛതയുടെ അടിയിൽ ഇതിനെയൊക്കെ കാണുകയും മണക്കുകയും ചെയ്തപ്പോൾ തീവ്രമായിട്ട് ആഗ്രഹിച്ചു, ഒരു പുണ്യമായി, വീണ്ടും ഒരിക്കലായി എന്റെ ജനതയുടെ അടുത്തേക്ക് പെയ്തിറങ്ങണമേ. അതൊരു കുർബാനയിൽ പിതാവിന് കിട്ടിയ ഉത്തരമായിരുന്നു. എന്നോട് ഉത്തരം വരണമേ, എന്നോട് ഉത്തരം വരണമേ, എന്നോട് ഉത്തരം വരണേ, എന്റെ ജനത്തിനോട് ദയ കാണിക്കണേ എന്ന് പറയുമ്പോ ആ പുരോഹിതന്റെ മനസ്സിലും ചിന്തകളിലും ഭാവനകളിലും കടന്നു വരണ്ടേ, എന്റെ ജനത്തിന് ഇനിയും ഒരിക്കൽ കൂടി തിരുത്തിക്കൂടെ? ആ കുർബാനകളുടെ അർത്ഥതലങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഓരോ കുർബാനയും ഇനിയും ഒരിക്കൽ കൂടിയല്ലേ? ഇളകി നിന്നതും സൃഷ്ടിക്കപ്പെട്ടതും മാറ്റിക്കളഞ്ഞ് വീണ്ടും ആ ദൈവികമായ ഭാവങ്ങളിലേക്കും പുണ്യങ്ങളിലേക്കും ബന്ധങ്ങളിലേക്കൊക്കെ തിരിച്ചു ചേരുന്നതല്ലേ? ആ ഇനിയും ഒരിക്കൽ കൂടിയിലൂടെയല്ലേ അഗസ്തീൻ എന്ന് പറയുന്ന വ്യക്തി വിശുദ്ധ അഗസ്തീനായി മാറുന്നത്? പൗലോസ്ലീഹ ഇത്രമാത്രം തെറ്റുകൾ ചെയ്ത, അല്ലെങ്കിൽ ഒരു പീഡിതന്റെ റോൾ എടുത്ത പത്രോസ്ലീഹയുടെ ജീവിതത്തിൽ വരുന്ന, പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളും അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ഇനിയും ഒരിക്കൽ കൂടിയല്ലേ? ഓരോ കുമ്പസാരക്കൂടുകളും ഇനിയും ഒരിക്കൽ കൂടിയല്ലേ? ഇളകപ്പെട്ടവ, സൃഷ്ടിക്കപ്പെട്ടവ നീക്കം ചെയ്യപ്പെടണം. ഇന്ന് മിഷനിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സഭയായിട്ടോ അല്ലെങ്കിൽ അനൈക്യത്തിൽ നിൽക്കുന്ന വ്യക്തികളായിട്ട് ബന്ധപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ, അവർ ഒന്നിച്ചു ചേർക്കാൻ ആഗ്രഹിക്കുമ്പോൾ, അവരുടെ ജീവിതത്തിൽ ഇളകപ്പെട്ടതും സൃഷ്ടിക്കപ്പെട്ടതും നീക്കം ചെയ്യപ്പെടാനുള്ള ആർജവം അവർ കാണിക്കണം. ആ ഇളകപ്പെട്ടത് മാത്രമേ ഞാൻ പിടിച്ചു നിൽക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ, ആരൊക്കെ അവരുടെ ഉപജാപങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടത് മാത്രം മുഖങ്ങളായിട്ട് ഞാൻ ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ പുനരൈക്യത്തിന്റെ ആധ്യാത്മികതകളിലേക്ക് നമ്മൾക്ക് കടക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാണ് അങ്ങനെ ഒരു
അങ്ങനെ ഒരു ആഗ്രഹം. എന്തിനാ എന്നിൽ ഇളകി നിൽക്കുന്നതും സൃഷ്ടിക്കപ്പെട്ടതും ഞാൻ മാറ്റിക്കളയുന്നത്? 28-ാം വാക്യം വായിക്ക് സൈബ എന്ന് പറഞ്ഞ എന്നോട്. എന്തിനാണെന്ന് നമ്മൾ ഇളകപ്പെട്ടതും സൃഷ്ടിക്കപ്പെട്ടതും എടുത്തു കളയണേ? അപ്പനെയും അമ്മേനെയും തല്ലാനോ, കുടുംബം 4 പീസാക്കി മാറ്റാനോ, വേറൊരു കേസ് കൊടുക്കാനോ? അതിനല്ല. സുസ്ഥിരമായ ഒരു രാജ്യം ലഭിച്ചതിൽ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. എന്തിനാ ആ രാജ്യം വെട്ടിപ്പിടിക്കാനോ? സുവിശേഷ സംഘത്തിന്റെ ചിന്തകളിലൂടെ പറയുന്നത് പോലെ ഇസ്രായേലിന്റെ രാജ്യത്തെ വെട്ടിപ്പിടിക്കാനോ? അതാണ് സുസ്ഥിരമായ രാജ്യം. അതല്ല. സുസ്ഥിരമായ ഒരു രാജ്യം ലഭിച്ചതിൽ നമുക്ക് നന്ദിയുള്ളതായിരിക്കാം. അങ്ങനെ ദൈവത്തിന് സ്വീകാര്യമായ ആരാധന ഭക്ത്യാദരങ്ങളോടെ നമുക്ക് സമർപ്പിക്കാം. അതാ കത്തോലിക്ക കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന മലങ്കര മക്കൾക്ക് ലഭിച്ചത് സുസ്ഥിരമായ ഒരു രാജ്യം. ആ രാജ്യം ആരെയും തോൽപ്പിക്കാനോ വെട്ടിപ്പിടിക്കാനോ അല്ലെങ്കിൽ ഒരു വലിയ യുദ്ധത്തിന്റെ പേര് മുഴക്കാനായിരുന്നില്ല. പക്ഷെ ഭക്ത്യാദരങ്ങളോടെ ആ ദൈവത്തിന് ആരാധന സമർപ്പിക്കാൻ. കാരണം നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഞാൻ ഒത്തിരി സമയം പ്രാർത്ഥിച്ചുകൊണ്ട് ഖബറടക്കത്തിലിരുന്നു. പക്ഷെ തിരിച്ചിറങ്ങി വരുമ്പോൾ 26-ാം വാചകം എന്റെ മനസ്സിലേക്ക് വീണ്ടും കയറി വന്നു. അന്ന് അവന്റെ സ്വരം ഭൂമിയെ ഇളക്കി. ആരുടെ സ്വരമായിരുന്നു അത്? എന്നാൽ ഇനിയും ഒരിക്കൽ കൂടി ഞാൻ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും. ആ അവൻ ഈ വലിയ മനുഷ്യനല്ലേ? അന്ന് അവന്റെ ശബ്ദം ഈ ഭൂമിയെ ഇളക്കി. ഒത്തിരി ജനങ്ങളുടെ ഉള്ളിൽ തിരുത്തലുകളായിട്ട് പെഴുതിറങ്ങി. ക്രോണോസിൽ നിന്നിറങ്ങിയ പടിഞ്ഞാറോട്ടെടുക്കുന്ന പുണ്യമായിട്ട് ഇളകി നിന്നത് സൃഷ്ടിക്കപ്പെട്ടത് ഒരു ജനത മാറ്റിക്കളഞ്ഞ് സുസ്ഥിരമായ രാജ്യത്തിലേക്ക് പ്രവേശിച്ചു. വചനം പറയുന്നു, ഇനിയും ഒരിക്കൽ കൂടി ഞാൻ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും. സ്വർഗീയ മധ്യസ്ഥനായി ആ പിതാവിന്റെ ശബ്ദം പുനരൈക്യത്തിന്റെ വലിയ അലകളായിട്ട് ആകാശത്തെയും ഭൂമിയെയും ഇളക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാനനൈസേഷൻ പ്രോസസ്സൊക്കെ നടക്കുന്ന ഈ സമയത്ത്, അല്ലെങ്കിൽ പുനരൈക്യത്തിന്റെ 100-ാം വാർഷികത്തിലേക്ക് നമ്മുടെ സഭ കാൽ വയ്ക്കുന്ന ഈ സമയത്ത്, ആ വലിയ പിതാവിന്റെ പുനരൈക്യത്തിന്റെ ശബ്ദം ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനയിൽ നിന്ന് ഉരുവാകുന്ന ഒരു ആർജവം, ഒരു ധൈര്യമാണ് ഇവാനിയൻ വഴിയെ രൂപീകരിക്കുന്നതിനും നിങ്ങളുടെ മുമ്പിൽ അത് പ്രസന്റ് ചെയ്യുന്നതിനും എനിക്ക് ശക്തി നൽകിയത്. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഇളക്കപ്പെട്ടതും സൃഷ്ടിക്കപ്പെട്ടതുമുണ്ട്. അതൊക്കെ മറ്റു തലമുറകൾക്ക് നമുക്ക് കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. പക്ഷെ ഇളകാൻ പാടില്ലാത്ത വേറെ കുറെ കാര്യങ്ങളുണ്ട്. അതിലേക്ക് നമ്മുടെ ജീവിതത്തെ അനുസരണത്തിന്റെ വിധേയത്തിന്റെ മാർഗത്തിലേക്ക് കടന്നു വരികയും അതൊക്കെ ഒന്നിച്ച് ജീവിക്കാൻ നമ്മൾ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ വലിയ പിതാവിന്റെ സ്വരം ഇനി ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും. ആ വലിയ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ആ പിതാവിന്റെ ഹൃദയത്തിന്റെ പുനരൈക്യത്തിന്റെ ആ ആഴങ്ങളിലേക്ക് അല്പമെങ്കിലും നമ്മൾക്ക് പ്രവേശിക്കാൻ കഴിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ സന്യാസത്തിൽ സ്ഫുടം ചെയ്ത ചിന്തയെ അല്പം സ്പർശിക്കാൻ കഴിയുകയാണെങ്കിൽ, ആകാശം ഭൂമിയെ ഇളക്കി പുനരൈക്യത്തിന്റെ വലിയ അലകൾ നമ്മളെ ഒക്കെ സ്പർശിക്കും. പ്രഭാഷണത്തിന്റെ അടുത്ത ഭാഗത്ത് നമ്മൾ പുനരൈക്യത്തിന്റെ ഘടനയെക്കുറിച്ചുള്ള ചില പരാമർശങ്ങളിലേക്കാണ് പ്രവേശിക്കുക. ഇനിയും ഒരിക്കൽ കൂടി എന്ന് പറയുന്ന ആ വചനഭാഗത്ത് വായിക്കണം. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വീണ്ടും വായിക്കണം.